തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തു, നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അത് അധികം തൈര് കുറുകാനോ അല്ലെങ്കിൽ തിളയ്ക്കാനോ ഒന്നും നിൽക്കണ്ട. ഒന്ന് ചൂടായി വന്നാൽ അരപ്പ് ചേർത്തിട്ട് അരച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും മധുരമൊക്കെ ചേർക്കും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കരിവേപ്പിലയും എടുത്ത് വറവിട്ട് കഴിഞ്ഞാൽ മാങ്ങാപ്പുളിശ്ശേരി റെഡിയാണ്. നമ്മൾ അണ്ടിയോട് കൂടിയിട്ട മാങ്ങയിലേക്ക് നല്ല മധുരവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നാട്ടിലുള്ള മാങ്ങാപ്പുളിശ്ശേരി മാതിരി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഊണ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് നാട്ടിലത്തെ അതേമാതിരി തന്നെ മാങ്ങാപ്പുളിശ്ശേരി മാതിരി തന്നെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഏത് മാങ്ങ വെച്ചിട്ട് മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാം. നിങ്ങൾ ഈ